ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. കാരണം വേറെ ഒന്നല്ല, മടിയാണ് മെയിൻ കാരണം. അപ്പോൾ ഇനി എന്തായാലും മടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു കേട്ടോ. ഫോണ് മെമ്മറി ഫുള്ളായിട്ടുണ്ട്, ഇനി വീഡിയോ എടുത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അത് കാരണം എല്ലാ വീഡിയോ ഇട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് എൻ്റെ അളാപ്പാൻ്റെ മോളുടെ ഹൽദി ആയിരുന്നു, അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടയിൽ കാണിച്ച മോള് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞതാണ്. പിന്നെ ഇത് നമ്മുടെ ഫാമിലീസ് മാത്രമായിട്ട് പങ്കെടുക്കണ ഒരു ഹൽദി ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. ഇതാണ് കല്യാണപ്പെണ്ണ്. ഞങ്ങൾ അത്യാവശ്യം നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ മോന് അവിടെ ഒരു ഫ്രണ്ട്സൊക്കെ സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഹൽദിൻ്റെ ഫംഗ്ഷൻസും ഫോട്ടോ എടുക്കലും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളുടെ ബഹളവും ഉണ്ട്, കുട്ടികൾ ഓരോരോ കുഞ്ഞു കുഞ്ഞു തമാശകളും ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കായിരുന്നു ഹൽദി ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളൊക്കെ ഫസ്റ്റ് ട്രിപ്പിൽ ഇരുന്ന് കഴിഞ്ഞു കേട്ടോ. ഇത് സെക്കൻഡ് ട്രിപ്പാണ്. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കുകയാണ്. അതിന് ശേഷമാണ് ഞങ്ങൾ കുറേ റീൽസ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി അതൊക്കെ എടുക്കാൻ, പിന്നെ കേക്ക് കട്ടിയൽ ഒക്കെ ഇത് കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഫോളോവേഴ്സും ഉണ്ട് കേട്ടോ. കുറേ പേര് പറഞ്ഞു ഞങ്ങളെ റീൽ കാണാറുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷമാണ് കേട്ടോ തോന്നിയത്. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടുന്നത് എല്ലാവരും അത്യാവശ്യം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞു കേൾക്കാൻ നല്ല സന്തോഷമുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ഒരു ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. ബൈ ഇനി കാര്യത്തിലോട്ട് വരാം. നമ്മളുടെ കേക്ക് കട്ട് ചെയ്യലാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ടൈം പോയിക്കൊണ്ടിരിക്കണതേ അറിയണില്ല. അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കേക്ക് കൊണ്ടുവന്ന് വെച്ചതും പിന്നെ കുട്ടികൾക്ക് ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാൻ വയ്യ കേട്ടോ. സൈഡിൽ നിന്നൊക്കെ തോണ്ടി കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഒട്ടും താമസിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് കൂടി ഫോട്ടോ എടുക്കലും ഒരു ഭാഗത്ത് വീഡിയോ എടുക്കലും, അങ്ങനെ 2 സെക്ഷനായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് കുട്ടികൾക്ക് തീരെ ക്ഷമയില്ല. കേക്ക് കട്ട് ചെയ്യോ പറയാം കേട്ടോ. അങ്ങനെ അവസാനം കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും സെറ്റായി നിന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു കല്യാണം ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന ആ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഇന്ന് മുതൽ ബിസി ആയിരിക്കും കേട്ടോ. എന്താ കാരണം വേറെ ഒന്നല്ല, ഓരോരോ ഫങ്ഷൻസാണ്. ഇനി മൈലാഞ്ചി രാവുണ്ട്, അത് കഴിഞ്ഞ ശേഷം കല്യാണം, റിസപ്ഷൻ, അങ്ങനെ ഈ ആഴ്ച മൊത്തം ഞങ്ങൾക്ക് ഈ ഒരു കല്യാണം കൊണ്ട് തന്നെ ബിസിയാണ് കേട്ടോ. ഇതിലിപ്പോൾ എല്ലാ ഫാമിലീസും ഉൾക്കൊള്ളുന്നില്ല. ഇനി കുറച്ച് ഫാമിലിയും കൂടി വരാനുണ്ട്. അമ്മായിമാരും അവരൊക്കെ കുറച്ച് ദൂരെയായത് കാരണം അവരൊന്നും വന്നിട്ടില്ല. ഇനി അവരും കൂടി വരുന്ന സമയത്ത് മൊത്തം ഒന്ന് കളറാവും കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിയിലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് റീൽസ് എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീട്ടിൽ കാണാം.